عن أنس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم من أمارات الساعة أن يظهر موت الفجار. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിക്കുക എന്നുള്ളത്. നമുക്കറിയാം, മുൻകാലങ്ങളിലെല്ലാം ഇങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങൾ വളരെ കുറവായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഉള്ള മരണം കൂടുതലാണ്. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുക, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീണ് മരിക്കുക, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുക, രാത്രി കിടന്നുറങ്ങിയതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജീവനില്ലാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള മരണങ്ങൾ നമുക്കിടെ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം കൂടിക്കൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള മരണങ്ങൾ അധികരിക്കും. ഇങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം, നമ്മൾ കുറേ നാൾ രോഗിയായി കിടന്നിട്ട് മരിക്കുകയാണെങ്കിൽ നമുക്ക് സമയം കിട്ടും, വസിയത്ത് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും, മക്കളോടോ ഭാര്യയോടോ കുടുംബക്കാരോടോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അവസരം കിട്ടും, നമ്മുടെ കടങ്ങളെക്കുറിച്ച് മക്കളെ ബോധ്യപ്പെടുത്താൻ കഴിയും, അള്ളാഹുമായി കുറിച്ച് കൂടുതൽ അടുക്കാൻ കഴിയും, തൗബ ചെയ്യാനുള്ള അവസരം കിട്ടും. ഇങ്ങനെയൊക്കെ ഒരുപാട്, പ്രത്യേകിച്ചും നമുക്ക് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീഖ് കിട്ടും. നമ്മളത് രോഗിയായി കിടക്കുമ്പോൾ കൂടുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ അവസാന വാചകം അതായിട്ട് മാറാനൊക്കെ അവസരം കിട്ടും. പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ ഇതിനൊന്നും നമുക്ക് അവസരം ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഒരു നഷ്ടം തന്നെയാണ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, മൗത്തുൽ ഫുജിഅത്തി അഖദത്തുൽ അസ്ഫിലിൽ കാഫിർ. പെട്ടെന്നുള്ള മരണം കാഫിരീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ പിടുത്താണ്. അള്ളാഹുവിന് ഇഷ്ടമില്ല, അള്ളാഹുവിന് ദേഷ്യമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് പെട്ടെന്നുള്ള മരണം കാഫിറിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ റഹ്മത്തുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യനാണ് അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യവുമാണ്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അള്ളാഹുവിൻ്റെ കാവൽ ചോദിക്കുക. രോഗിയായി മരിക്കുമ്പോൾ ഇതിനെല്ലാം അള്ളാഹു നമുക്ക് അവസരം നൽകുകയും ആ രോഗത്തിന് വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മരണസമയത്ത് ഈമാനോടെ മരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വർഗം നൽകി അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിഹി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു